ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഈ പാർട്ടിക്കിൾ ബോർഡിലെ ഫർണിച്ചേഴ്സാണ് ഓഫീസുകൾക്ക് അധികം വരുന്ന സ്റ്റാർട്ടപ്പുകൾ, അത് ചെറുകിട സംരംഭങ്ങളുടെയൊക്കെ ഓഫീസുകളിലൊക്കെ അധികം പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകളാണ് എന്ന് ഉപയോഗിച്ച് കാണുന്നത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഈ നമ്മളെ സാധാരണ മരത്തിനെ അല്ലെങ്കിൽ മെറ്റലുകൾ കൊണ്ടുള്ള ഫർണിച്ചറുകളെ അപേക്ഷിച്ച് എന്താണ് പാർട്ടിക്കിൾ ബോർഡിൻ്റെ ഒരു പ്രത്യേകതകൾ, ഈ ഫർണിച്ചറുകൾക്കുള്ള ഒരു പ്രത്യേകതകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇത് വളരെയധികം അട്രാക്റ്റീവായിട്ടുള്ള ഡിസൈനിലുള്ള ഓപ്ഷനുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് പല വർണ്ണങ്ങളിലും പല ഫിനിഷിങ്ങുകളിലുള്ള പാർട്ടിക്കിൾ ബോർഡ് ഇന്ന് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതായത് ലാമിനേറ്റഡ് പാർട്ടിക്കിൾ ബോർഡുകൾ, പിന്നെ മെലാമിൻ പാർട്ടിക്കിൾ ബോർഡുകൾ, പിന്നെ മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, UV ബോർഡുകൾ, അങ്ങനെ പല രീതിയിലുള്ള പാർട്ടിക്കിൾ ബോർഡുകൾ, ഫിനിഷിങ്ങിലുള്ള പാർട്ടിക്കിൾ ബോർഡുകൾ പല കളറുകളിലും എല്ലാം നമുക്ക് ഇന്ന് ഡിസൈനുകളിലൊക്കെ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊഫഷണൽ ലുക്കോട് കൂടിയിട്ടുള്ള ഓഫീസുകൾക്കൊക്കെ എപ്പോഴും നമുക്ക് ഈ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകളാണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. പിന്നെ ഇതിൽ ചിലവ് കുറഞ്ഞ ഇതിൻ്റെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഫർണിച്ചറുകൾ വളരെയധികം ചിലവ് ചുരുക്കി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മുടെ ആവശ്യാനുസരണത്തിന് എന്നുള്ള കസ്റ്റം വർക്കുകളൊക്കെ ചെയ്യാൻ പാർട്ടിക്കിൾ ബോർഡ് കൊണ്ട് സാധാരണ മരത്തിൻ്റെ മേലെ ചെയ്യുന്നതിനെക്കാട്ടിലും പാർട്ടിക്കിൾ ബോർഡിൻ്റെ മേലെ ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. കബോർഡുകൾ, അതുപോലെ പാർട്ടീഷനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റോറേജ് യൂണിറ്റുകൾക്ക്, ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പാർട്ടിക്കിൾ ബോർഡാണ് വളരെയധികം നല്ലത്. പിന്നെ ഇതിൻ്റെ ഗുണമേന്മ നമുക്കൊരു ധാരണ ഉണ്ടാവും, ഇതിപ്പോൾ മരത്തിനും കാട്ടി ഇതിൻ്റെ ഗുണമേന്മ കുറവായിരിക്കില്ലേ, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൻ്റെ ലൈഫ് കുറവല്ലേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഒരിക്കലുമല്ല. ഇപ്പോഴത്തെ ഈ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡുകൾ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡുകൾ അവൈലബിൾ ആണ്. ഇതെന്ന് വെച്ചാൽ നല്ല ഉറപ്പുള്ളതാണ്, കുറേ കാലം നീണ്ട് നിൽക്കും ചെയ്യും. 10-15 വർഷമൊക്കെ പാർട്ടിക്കിൾ ബോർഡ് സുഖമായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചെറുകിട ഓഫീസുകൾക്കും ഒക്കെ ഇത്, സ്റ്റാർട്ടപ്പുകളുടെ ഓഫീസുകൾക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ചിലവ് കുറഞ്ഞ ബഡ്ജറ്റായിട്ടുള്ള ഫർണിച്ചറുകൾക്ക് ഈ പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നാലാമത്തെ ഇതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് ലളിതമായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഇൻസ്റ്റാളേഷനും പിന്നെ അറ്റകുറ്റപ്പണികളും മെയിൻ്റനൻസൊക്കെ ഇതിന് വരുന്നുള്ളൂ. അതായത് പാർട്ടിക്കിൾ ബോർഡിൻ്റെ ഫർണിച്ചറുകൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാപിക്കാനും അത് നമുക്കൊന്ന് മാറ്റി സ്ഥാപിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓഫീസ് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ഒന്ന് എക്സ്പാൻഷൻ വരികയാണെങ്കിൽ ഓഫീസിൻ്റെ ഒക്കെ, ഇപ്പോൾ ഇതിനൊക്കെ ഈ പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചർ ആണെങ്കിൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് ഈ ഫർണിച്ചറുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. അതായത് സാധാരണ രീതിയിൽ ഇപ്പോൾ മരത്തിൻ്റെ ഫർണിച്ചറൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രകൃതി സ്നേഹികളൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ മരത്തിൻ്റെ ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്ന കൂടുതൽ മരങ്ങൾ നമ്മൾ മുറിച്ച് കൊണ്ടുവന്നിട്ട് പ്രകൃതിയെ ഒരു വനനശീകരണം ആ ഒരു ലെവലിലേക്ക് പോയെങ്കിലേ നമുക്ക് പുതിയ മരത്തിൻ്റെ ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ടുള്ള മരങ്ങൾ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗം കഴിഞ്ഞപ്പോൾ ഉദാഹരണത്തിന് റബ്ബർ മരമാണെങ്കിൽ റബ്ബറിൻ്റെ പാല് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള മരം, അതുപോലെ അതിൻ്റെ വേരുകൾ, ഇതിൻ്റെയൊക്കെ ചിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സോമിലിലെ സോഡസ്റ്റ്, ഈർച്ചപ്പൊടി, ഇതെല്ലാം പാർട്ടിക്കിൾ ബോർഡിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് പുനരുപയോഗം ചെയ്തുകൊണ്ട് പ്രകൃതിയിൽ നമുക്ക് ഉള്ള സാധനങ്ങൾ തന്നെ പുനരുപയോഗം ചെയ്തിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾ ബോർഡിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. ഇപ്പോൾ ഗ്രീൻ സർട്ടിഫിക്കേഷനൊക്കെ ചില ഓഫീസുകൾക്ക് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസുകൾക്കൊക്കെ പാർട്ടിക്കിൾ ബോർഡിൻ്റെ ഫർണിച്ചറുകളാണ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ സ്പേസ് ഒപ്റ്റിമൈസേഷൻ, നമ്മുടെ ഓഫീസിൻ്റെ സ്പേസൊക്കെ നമുക്ക് സ്ഥലം ഇപ്പോൾ കൺജസ്റ്റഡ് ആയുള്ള ഓഫീസ് ചെറിയ സ്പേസൊക്കെയാണ് കേട്ടോ. വലിയ സിറ്റികളിലൊക്കെയാണ് ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നമുക്ക് ഈ കോമ്പാക്റ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാർട്ടിക്കിൾ ബോർഡാണ് എപ്പോഴും ബെസ്റ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ഫോൾഡബിൾ ടേബിളുകൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഈ കോമ്പാക്റ്റ് ആയിട്ടുള്ള വർക്ക് സ്റ്റേഷനുകൾ, ഇതിനൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നമുക്ക് പാർട്ടിക്കിൾ ബോർഡ് തന്നെയാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഫഷണൽ ഇമേജ് കൂട്ടാൻ വേണ്ടി പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മോഡേൺ ഡിസൈനുകളിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തികച്ചും നമുക്കൊരു പ്രൊഫഷണൽ ലുക്കോട് കൂടിയിട്ടുള്ള ഒരു ആംബിയൻസാണ് ഈ
പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഈ മൂഡ് നമ്മുടെ ക്ലയൻസിന് നമ്മുടെ സ്റ്റാഫിൻ്റെ ആണെങ്കിലും ക്ലയൻസിൻ്റെ ആണെങ്കിലൊക്കെ ഒരു മൂഡ് ഹൈ ലെവലിൽ നിർത്താൻ, അതിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അവരുടെ മൈൻഡ് ലെവലിനെ കൊണ്ടുവരാൻ നമുക്ക് ഈ ഫർണിഷിങ്സ് സഹായിക്കും. പിന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള ഫർണിച്ചറുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കോൺഫറൻസ് ടേബിളുകൾ, പിന്നെ അതുപോലെ റിസപ്ഷൻ കൗണ്ടറുകൾ, പിന്നെ സ്റ്റാഫ് ഡെസ്കുകൾ, പിന്നെ കമ്പ്യൂട്ടർ ടേബിളുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സ്റ്റോറേജ് ഷെൽഫുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പാർട്ടിക്കിൾ ബോർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഓഫീസുകൾ നമുക്ക് പറഞ്ഞല്ലോ, നമ്മുടെ ആംബിയൻസ് നല്ല രീതിയിലാവുന്നതുകൊണ്ട് തന്നെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഒരു സാധ്യതയും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും പാർട്ടിക്കിൾ ബോർഡ് സാധാരണ മരത്തിന് അല്ലെങ്കിൽ മെറ്റൽ ഫർണിച്ചറിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകൾ നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയി നോക്കുമ്പോഴും, നമുക്ക് ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോഴും, ലൈഫ് വൈസ് നോക്കുമ്പോഴും ഒക്കെ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് പാർട്ടിക്കിൾ ബോർഡ് ഫർണിച്ചറുകൾ. താങ്ക് യു ഫ്രണ്ട്സ്.